അനന്തരം അനന്തപുരം ഒരു ദേശത്തിന്റെ രാജവംശത്തിന്റെ ഭരണത്തിന്റെ ഭക്തിയുടെ ധീരതയുടെ യുദ്ധങ്ങളുടെ കഥയാണ് തിരുവിതാംകൂറിന്റെ അനന്തപത്മനാഭൻ അനന്തപുരിയുടെ അത്ഭുതങ്ങൾ. 1729 തിരുവിതാംകൂർ രാജവംശത്തിന്റെ പുനർജന്മം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവായി അധികാരത്തിലേറുന്നു. അദ്ദേഹത്തിന്റെ ശക്തമായ ഭരണ മികവുകൊണ്ട് തിരുവിതാംകൂർ ദക്ഷിണ ഇന്ത്യയിലെ തന്നെ അതിശക്തമായ ഒരു രാജ്യമായി മാറുന്നു. 1741 ഇന്ത്യയിലെത്തിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളവും തിരുവിതാംകൂറും തമ്മിൽ കുളച്ചിൽ വെച്ച് യുദ്ധം ആരംഭിക്കുന്നു. അതിഭീകരമായ യുദ്ധാനന്തരം ഡച്ച് പട്ടാളത്തെ തിരുവിതാംകൂർ സേന തോൽപ്പിക്കുന്നു. 1750 മാർത്താണ്ഡവർമ്മ രാജ്യം പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു. കൂടാതെ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാരായി മാത്രം ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ഉത്തരവിടുന്നു. 18-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നു. കൂടാതെ തന്നെ ക്ഷേത്ര നിലവറയ്ക്കുള്ളിൽ അളവറ്റ നിധിശേഖരം സ്ഥാപിക്കപ്പെടുന്നു. ഈ നിലവറകളിലുള്ള കണക്കറ്റ നിധിശേഖരം കൈയടക്കാനായി കാലാകാലങ്ങളോളം പല ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ അവ വെറും നിധികളാൽ നിറയപ്പെട്ടവയായിരുന്നു. അദൃശ്യ ശക്തികൾ അവയ്ക്ക് കാവലിരുന്നു. ഈ നിലവറകളെ പറ്റിയും അതിന്റെ രഹസ്യങ്ങളെ പറ്റിയും ധാരാളം കഥകളും വിശ്വാസങ്ങളും നിലനിന്നിരുന്നു. നാഗങ്ങളുടെയും ഭൂതഗണങ്ങളുടെയും കാവലാൽ ഇന്നും നിലവറ സുഭദ്രമായി നിലകൊള്ളുന്നു. ഇതിനിടയിലും പലരും ഈ രഹസ്യങ്ങൾ അറിയുവാൻ സദാശ്രമങ്ങൾ നടത്തുകയായിരുന്നു. എങ്കിലും വിധി മറ്റൊന്നായിരുന്നു. ദുരൂഹ മരണങ്ങളും അവിശ്വസനീയമായ പല സംഭവങ്ങളും അരങ്ങേറി. ഏറെ വർഷങ്ങൾക്ക് പുറം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ നിലവറയിലെ രഹസ്യങ്ങൾ അറിയുന്നതിനായി ധാരാളം ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ അവയെല്ലാം വിഫലമായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2011 നടന്ന ക്ഷേത്ര ഗവേഷണത്തിൽ 6 രഹസ്യ അറകൾ കണ്ടെത്തി. അതിൽ വാൾട്ട് A, C, D, E പിന്നെ F എന്നീ അറകൾ തുറക്കുകയും അതിലെ വിലപ്പെട്ട വസ്തുക്കളുടെയും നിധിശേഖരത്തിന്റെയും ഏകദേശ വില കണക്കാക്കുകയും ചെയ്തു. സ്വർണം, സ്വർണ്ണ വിഗ്രഹങ്ങൾ, വജ്രങ്ങൾ, പുരാതന വെള്ളി, വെങ്കല വിഗ്രഹങ്ങളും കണ്ടെടുത്തു. 1 ട്രില്യനോടടുപ്പിച്ച് വിലമതിക്കുന്ന നിധിശേഖരമാണ് അന്ന് കണ്ടെത്തിയത്. എന്നാൽ വാൾട്ട് B, അതായത് ബി നിലവറ, ഇപ്പോഴും തുറക്കാതെ നിലനിൽക്കുന്നു. ഗൂഢരഹസ്യങ്ങളും അതിനിഗൂഢമായ വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ബി നിലവറ തുറക്കുന്നത് വഴി സർവനാശം സംഭവിക്കുമെന്നും ബി നിലവറ കടലിലേക്കുള്ള വാതിലാണെന്നും അത് തുറക്കുന്നത് വഴി അനന്തപുരി കടലിൽ മുങ്ങിത്താഴുമെന്നൊക്കെ വിശ്വാസം പരന്നു കിടക്കുന്നു. മറ്റൊരു വിശ്വാസം ബി നിലവറ സാക്ഷാൽ അനന്തനാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നും അത് തുറക്കാൻ ശ്രമിക്കുന്നവർക്ക് നാഗശാപം ഏൽക്കുമെന്നും പെടുമരണം സംഭവിക്കുമെന്നും തലമുറകളോളം ഈ ശാപം നിലനിൽക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. അളവറ്റ ഈ നിധി കണ്ടെത്തിയതിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നു. സ്വദേശിയരും വിദേശീയരുമായ ധാരാളം വിനോദ തീർത്ഥാടന സംഘങ്ങളുടെ ഇഷ്ട ലക്ഷ്യസ്ഥാനമായി മാറി. എന്നാൽ ലോക പ്രശസ്തി ആർജിച്ചതുവഴി ഭക്തരുടെയും തീർത്ഥാടകരുടെയും കണ്ണുകൾ മാത്രമല്ല അനന്തപുരിക്ക് മേൽ പതിച്ചത്. അവർ വരും.